318 തിമിര ശസ്ത്രക്രിയ എന്ന റെക്കോർഡ് നേട്ടവുമായി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 60ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടന്നു. കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് ക്യാമ്പ് നടന്നത്. ജില്ലാ ഫൗണ്ടേഷൻ സെക്രട്ടറിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ റാണി നൌഷാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എന്നെ ഇവിടെ ക്ഷണിച്ചിരുന്നത് നമ്മുടെ കല്ലുവാതുക്കൽ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായ റുവൽ സിംഗ് സാറാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം വലുതാണെന്ന് അറിഞ്ഞിരുന്നില്ല. എന്നെ ഇന്ന് ഈ വേദിയിലേക്ക് ഉദ്ഘാടകയായി ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 60ാമത്തെ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കിയൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലേ? കണ്ണില്ലെങ്കിൽ പിന്നെ, കാഴ്ചയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനൊന്നും നമുക്ക് കഴിയില്ല. എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ തമ്പുരാൻ തന്ന ഈ കണ്ണുകളുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ റുവൽ സിംഗ് സാറിനോട് വളരെയധികം സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. കാര്യം ഇതൊരു വിപ്ലവമാണ്. തീർച്ചയായിട്ടും കാഴ്ച എന്നതൊരു വിപ്ലവമാണ്. ഒപ്പം തന്നെ ഈ ഐ ഹോസ്പിറ്റൽ, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ വളരെയധികം ഫേമസ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇവിടെ വന്ന് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്ന ഇത്രയും ഡോക്ടേഴ്സിനോട്, പേരെടുത്ത് പറയുന്നില്ല, ഈ ഡോക്ടേഴ്സിനോടും ശരിക്കും ദൈവികമായ ഒരു മനസ്സാണത്. അത്തരം ഹോസ്പിറ്റലുകളും നമുക്ക് ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ വലിയ നന്മകൾ നടക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ഹോസ്പിറ്റലുകളും നമുക്ക് ആവശ്യമാണ്. ഇത്രയും വലിയൊരു സർവീസ് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിനോടും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടേഴ്സിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരവും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കാരണം ഇത്രയും ജനങ്ങളെ ഇന്ന് ഉച്ചയോടുകൂടി തീരേണ്ട ഒരു ക്യാമ്പിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്നതിനാൽ തന്നെ വാക്കുകൾ നിർത്തുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 860 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നുമാണ് 318 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുത്തത്. അവരുടെ ബൈസ്റ്റാൻഡർ ഉൾപ്പെടെ 430 പേരെയാണ് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ 8 വർഷമായി നടത്തിവരുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകളെ തിമിര ശസ്ത്രക്രിയയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ 60ാമത് ക്യാമ്പിൽ നിന്നുമാണ്. തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിമിര ശസ്ത്രക്രിയയ്ക്കായി എത്തുന്നതും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ 60ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ നിന്നുമാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് എം ഈ 60 മാസം എന്ന് പറയുന്നത് 8 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ട്രസ്റ്റ് ഈ ക്യാമ്പ് തുടങ്ങിയിട്ട്. ഇതിനിടയിൽ ഒട്ടനവധി ആളുകൾക്ക് സമുദ്രയിലൂടെ നേത്ര ചികിത്സാ ക്യാമ്പിലൂടെ കാഴ്ചയുടെ പുതിയ ലോകത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസവും ഓപ്പറേഷൻ എത്തിയ ആളുകളുടെ റിവ്യൂ ക്യാമ്പും നമ്മൾ ഇവിടെ വെച്ച് നടത്തുകയാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പായ അരവിന്ദ് കണ്ണാശുപത്രി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതും കണ്ണിന്റെ ക്യാമ്പിലൂടെ കാഴ്ചയുടെ പുതുതലമുറയെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത്. ഇന്ന് കണ്ണിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്
10,000-ൽ പുറത്ത് ആളുകൾക്ക് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പെന്ന ഒരു ബഹുമതി കൂടി നമുക്ക് അവകാശപ്പെടുവാൻ കഴിയും. ഇന്ന് പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നെങ്കിലും വർഷത്തിൽ 1-2 ക്യാമ്പുകൾ മാത്രമാണ് സംഘടിപ്പിച്ചു വരുന്നത്. എന്നാൽ ഈ ക്യാമ്പ് നടക്കുന്നത് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ക്യാമ്പ് ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് പോകുന്നത്. അത് 2 മണിക്കും 3 മണിക്കുമാണ് ഈ സ്കൂളിന്റെ മുൻവശത്ത് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ വന്നു പോകുന്നത്. അപ്പൊ ഞങ്ങൾ കോർഡിനേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. 2 പേരെയാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോയി അരബന്ധി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടാക്കുന്നത്. ചില സമയങ്ങളിൽ ഒട്ടനവധി ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ നിന്ന് പോകുന്ന പേഷ്യന്റെ ഭാഗത്തുനിന്ന് ഹോസ്പിറ്റലിലും അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു 5:30 മണിക്ക് ഇവിടെ വരുമ്പോൾ ആ ഗേറ്റിന്റെ മുൻവശത്ത് ഒരുപാട് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അതിലൊരു അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ പോകാൻ പറ്റുമോ? ഈ കണ്ണിന്റെ ഓപ്പറേഷൻ അല്ല വലുത്, കൂടെ പോകുന്നത് നമുക്ക് 2-3 പേർക്ക് പോയിട്ട് കുടുംബസമേതം പോയിട്ട് തിരിച്ച് ടൂർ പോയിട്ട് തിരിച്ചു വരണമെന്നാണ് അവരെല്ലാം ആഗ്രഹം. അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ ഈ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്താലേ ഉള്ളൂ. പിന്നെന്തിനാണ് ഒരാൾ കൂടെ പോകേണ്ട ആവശ്യം എന്താ? അപ്പൊ നിങ്ങളെ കൂടി നോക്കേണ്ട ചുമതല ഈ 2 പേർക്കുണ്ട്. ഈ 250 പേരത്തെ ഓപ്പറേഷൻ ഇവിടെ നടക്കുമ്പോൾ അവരെ കൂടെ 250 പേരും കൂടെ പോകാൻ നിന്നാൽ 500 പേരെ നമ്മൾ കൊണ്ടുപോകണ്ടേ? ഇവിടെ 3 ബസ്സാണ് നമ്മളിവിടെ KSRTCയുടെ ബസ് ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ 1-2 ബസ് കൂടി നമ്മൾ വീണ്ടും വിളിക്കേണ്ടി വരും. ചില ആൾക്കാർ പറയുന്നത്, ഞാൻ സ്വന്തം ചെലവിൽ പൊക്കോളാം. സ്വന്തം ചെലവിൽ പോകുന്ന ആളുകൾ ഹോസ്പിറ്റൽ വെളിയിൽ മാത്രമേ തങ്ങാൻ കഴിയുകയുള്ളൂ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുകയില്ല. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയ ആൾക്കാരെ കഴിഞ്ഞ മാസം ഞാൻ ക്യാമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടുത്തെ കേരളത്തിലെ മദ്യത്തിന് വില കൂടുതലാണ്. അവിടെ ചെല്ലും വില കുറച്ച് സാധനം കിട്ടും. ഈ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർ ഈ സാധനം മേടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകും. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയാൽ ഈ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുമല്ലോ, അതും സൗകര്യമായി. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ക്യാമ്പിലൂടെ അവിടെ ഹോസ്പിറ്റലിൽ അവിടെയുള്ള മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മാക്സിമം നിങ്ങൾ ബൈസ്റ്റാൻഡർ കൂടെ പോകണ്ട, കൂടെ ഞങ്ങൾ ആളിനെ വിടുന്നുണ്ട്. നിങ്ങൾ പോയാലും പുറത്ത് കൊതുകടി കൊള്ളാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് റൂം എടുക്കണമെങ്കിൽ നല്ലൊരു ഫണ്ട് നിങ്ങൾക്ക് ചിലവാകും. ഞങ്ങൾ സുഖമായിട്ട് തിരിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിലും ബുധനാഴ്ച ദിവസങ്ങളിലും ഓപ്പറേഷൻ ചെയ്യുന്നവരെ തിരികെ ഇവിടെ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏതാ സ്ഥലം ആ സ്ഥലത്ത് നിങ്ങളെ ബസ് ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരികയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ മാക്സിമം ബൈസ്റ്റാൻഡ് ഒഴിവാക്കി തന്നെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സമുദ്രതീരം പ്രസിഡന്റ് ശരത് ചന്ദ്രൻ പിള്ള, ലിജു, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ, ഡോക്ടർ ഹരിദാസ്, ഡോക്ടർ ഷഫ്ന. തിമിരം ഒരു രോഗമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. 40-50 വയസ്സിന് ശേഷം ശരീരത്തിലുള്ള അവയവത്തിലുണ്ടാവുന്ന മാറ്റം പോലെ കണ്ണിലുണ്ടാവുന്ന ഒരു മാറ്റം മാത്രമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് 40-50 വയസ്സിന് ശേഷം ശരീരത്തിൽ പ്രായം കാരണം ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ തിമിരം. 100% ആ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണ കാഴ്ചയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഈ ക്യാമ്പ് മൂലം എല്ലാവരും വന്ന് സൗജന്യമായിട്ട് ഈ ചികിത്സയെല്ലാം ലഭ്യപ്പെടുത്തുക. കണ്ണിൻ്റെ കൂടെ നരമ്പിനുണ്ടാകുന്ന ഷുഗർ കാരണമുള്ള റെറ്റിനൽ പ്രശ്നങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഓർത്ത് ഡോക്ടറിനോട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, എത്ര കൊല്ലം ഷുഗർ ഉണ്ട്, ഷുഗറിന് വേണ്ടിയിട്ട് നരമ്പിന് സ്കാൻ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കണ്ണിന് ലേസറോ ഇഞ്ചക്ഷനോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പറയേണ്ടതാണ്. അതനുസരിച്ച് നിങ്ങളുടെ ചികിത്സ ഞങ്ങൾ തരുന്നതായിരിക്കും. ഡോക്ടർ നിതിൻ, ഡോക്ടർ അനയ മാത്യു, ജിതേഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഈ 10 വർഷത്തിന് ഇടയിൽ ഇവിടെ ക്യാമ്പ് തുടങ്ങി, ഇവിടെ 60ാമത്തെ ക്യാമ്പാണ്. ഈ 60 ക്യാമ്പിലും ഇത്രയും പേരെ ഓപ്പറേഷന് കൊണ്ടുപോയി അതേപോലെ തിരിച്ചെത്തിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുപോലൊരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്.
കാര്യം എനിക്കായിട്ട് ഒരു പണം മുടക്കുകയോ അല്ലാതെ ഒരാൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സ കഴിക്കാനോ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ചെറിയൊരു സഹായം ചെയ്യാനും അതുപോലെ ഒരുപാട് അമ്മമാരുടെ ഒരുപാട് അച്ഛന്മാരുടെ സ്നേഹം കിട്ടാനും ഒരുപാട് പരിചയക്കാരെ കിട്ടിയതും എന്തായാലും ഈ ക്യാമ്പ് മുഖേനയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം.